ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇൻവെർട്ടറിന് സെപ്പറേറ്റ് RCCB വെച്ച് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒത്തിരി പേരാട്ടോ നെഗറ്റീവ് കമന്റ് ഇട്ടതും പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, മെയിൻ RCCB ട്രിപ്പ് ആയി കഴിഞ്ഞാൽ ഇൻവെർട്ടർ RCCB വർക്ക് ചെയ്യത്തില്ല, അപ്പൊ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഗുണമില്ല, ഇത് മണ്ടത്തരമാണ്. ഒരാളെ വീഡിയോ വരെ ഇട്ടേക്കുന്നത് ഞാൻ കണ്ട്, അത് ഒരിക്കലും പോസിബിൾ അല്ല എന്നുള്ള രീതിയിലൊക്കെ. അപ്പം നമ്മൾ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നും ഈ RCCB എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നും ഞാൻ കാണിച്ചു തരാം, ഒന്ന് കണ്ടു. ഈ വീഡിയോ അറിവുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്, ആരും അനുകരിക്കരുത്. ആദ്യം ഞാൻ നിങ്ങളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ RCCB ട്രിപ്പ് ആയി കഴിയുമ്പോൾ ഇൻവെർട്ടറിന്റെ ലൈൻ കയറി വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇത് ഇൻവെർട്ടറിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സോക്കറ്റ് ആണ്. അപ്പൊ ഞാനിത് ജസ്റ്റ് ട്രിപ്പാക്കി കാണിച്ചു തരാം നിങ്ങളെ. ഞാൻ ട്രിപ്പാക്കുവാണേ. ഇപ്പൊ നമ്മളവിടെ ഓൺ ആക്കിയിട്ടില്ല, ട്രിപ്പാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി, കണ്ട വീണ്ടും ഇവിടെ ലൈനുണ്ട്. ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഇൻവെർട്ടർ ലൈൻ കയറി വരാനുള്ള ചാൻസ് ഉണ്ടെന്ന്. ചാൻസ് ഉണ്ടെന്നല്ല, ഇൻവെർട്ടർ ലൈൻ കയറി വരും. പിള്ളേരെ അറിയാലോ, വല്ല സോക്കറ്റിൽ സാധനങ്ങളൊക്കെ കുത്തിക്കയറ്റി കഴിഞ്ഞാൽ ഷോക്ക് അടിച്ചാലും RCCB ട്രിപ്പ് ആയാലും ഷോക്ക് കേൾക്കും. ഇങ്ങനെ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ 2 RCCB വെച്ചെങ്കിലും ചെയ്യണം. അങ്ങനെ പലരും ഭയങ്കര പുച്ഛത്തോടെ കേട്ടോ ഓരോരുത്തരൊക്കെ കമന്റ് ഇടുന്ന. നിങ്ങൾ ആ കമന്റ് ജസ്റ്റ് ആ കഴിഞ്ഞ റീലൊന്ന് അടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ തന്നത്. ഞാൻ ഒരു മത്സരത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല വീഡിയോ ചെയ്യുന്ന, ഇത് മനസ്സിലാക്കണം. കാരണം നമ്മൾ എപ്പോഴും സേഫ്റ്റിയോടെ ചെയ്യാനാണ് നോക്കേണ്ടത്. പിന്നെ നെഗറ്റീവ് വരുന്ന മൊത്തം ഫേസ്ബുക്കിലാട്ടോ, ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾ ഇത് കണ്ടല്ലോ, ഇനി ഞാൻ 2 RCCB വെച്ചിട്ടുള്ള വയറിങ് കാണിച്ചു തരാം. ഇത് നമ്മൾ റീസെന്റ് ആയിട്ട് ചെയ്ത വീഡിയോ കേട്ടോ. ഇവിടെ നമ്മൾ ഇൻവെർട്ടറിന് സെപ്പറേറ്റ് RCCB വെച്ചിട്ടുണ്ട്, മെയിൻ ലൈനും സെപ്പറേറ്റ് RCCB വെച്ചാണ് ചെയ്തേക്കുന്നത്. ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഈ ഇൻവെർട്ടർ ഇപ്പൊ സെറ്റ് ചെയ്യുക, എന്നിട്ട് തിരിച്ചഴിച്ച് വെക്കുകയും വേണം. കാരണം ഇവിടെ ഈ ഇൻവെർട്ടർ വെക്കാനും പിന്നെ മേളിൽ അയൺ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു ടേബിൾ പണിയുന്നുണ്ട്, അതിന്റെ അടിയിലായിരിക്കും ഇൻവെർട്ടർ വരുന്നത്. ഇൻവെർട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് നമ്മൾ ഇൻവെർട്ടർ കണക്ട് ചെയ്തേക്കുന്ന കേട്ടോ, ഇത് ബെഡ് സൈഡ് ആണ്. അപ്പൊ ഇവിടെ തന്നെ ആദ്യം കാണിച്ചു തരാം. ബാ, നമ്മൾ ട്രിപ്പ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ലൈൻ ഇല്ല, ഇത് ഇൻഡക്ഷൻ കാണിക്കുന്നതുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ അവിടെ ഏത് RCCB ട്രിപ്പ് ആയെന്നൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടാൽ മനസ്സിലാവും, മെയിൻ RCCB ട്രിപ്പ് ആയിട്ടില്ല. ആ സമയത്ത് ഇൻവെർട്ടറിന് RCCB ട്രിപ്പ് ആയിട്ടുണ്ട്. ഓണാക്കിയപ്പോൾ വന്നു. പിന്നെ പലരും പറഞ്ഞ സംശയമാണ്, മെയിൻ RCCB ട്രിപ്പ് ആണെങ്കിൽ ഇൻവെർട്ടർ RCCB വർക്ക് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് അതും കൂടെ നോക്കും. ഇപ്പൊ ഞാൻ മെയിൻ RCCB ട്രിപ്പ് ആക്കിയിട്ടേക്കുവാ. ഇവിടുത്തെ RCCB ഓണാണ്. ഇപ്പൊ അവിടെ ലൈൻ വന്നിട്ടുണ്ട്, നമുക്ക് ഒന്നും കൂടെ ചെക്ക് ചെയ്യാം. ഇവിടെ ലൈൻ വന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്നും കൂടെ ചെക്ക് ചെയ്യാം. ട്രിപ്പായിട്ടുണ്ട്. പിന്നെ പലരും പറയുന്നത് കണ്ട് ഫ്ലോട്ടിംഗ് ന്യൂട്രലാണ്, അപ്പം മെയിൻ RCCB ട്രിപ്പ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെർട്ടർ DBയിലുള്ള RCCB ട്രിപ്പ് ആകത്തില്ലെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതനുസരിച്ചുള്ള വയറിങ് ചെയ്യണം. ഇപ്പൊ ഇവിടെ നമ്മൾ ഇൻവെർട്ടറിന്റെ ചാർജിങ്ങിന് പോണത് ഈ RCCB കയറ്റിയിട്ടില്ല. ഇവിടെ ഈ RCCB ട്രിപ്പ് ആയാലും നമുക്ക് ഈ ന്യൂട്രൽ കട്ടാവാത്ത രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. എന്നാൽ നമുക്ക് ഈ 2 RCCB ട്രിപ്പ് ആവുകയും വേണം. ഇനി വേറൊരു സംശയം കൂടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ മെയിൻ RCCB ട്രിപ്പ് ആക്കി കാണിച്ചു തരാം. അപ്പം ഇത് ട്രിപ്പ് ആവത്തില്ല, ഇൻവെർട്ടർ DBയിൽ RCCB ട്രിപ്പ് ആകത്തില്ല. നമ്മൾ ഇത് 2 വയറിങ്ങാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യണം. അല്ല ഇപ്പൊ സാധാരണ ചിലർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇൻവെർട്ടറിൽ കണക്ട് ചെയ്യുന്ന സോക്കറ്റ് ട്രിപ്പ് ആയി കഴിഞ്ഞാൽ ഫുൾ DB ഓഫ് ആവും. നമ്മൾ ഈ ചെയ്തേക്കുന്നത് വെച്ച് നോക്കാൻ നേരത്ത് ഇപ്പൊ ഇൻവെർട്ടറിലാണ് കംപ്ലൈന്റ്, എന്തെങ്കിലും എർത്ത് ലീക്കായി ട്രിപ്പ് ആയെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷൻ മാത്രമേ ഇത് ഓഫ് ആകത്തുള്ളൂ. അതേസമയം മെയിൻ RCCB വർക്ക് ചെയ്യും. ഇപ്പൊ മെയിൻ RCCBയിലാണ് എവിടെയെങ്കിലും ഇപ്പൊ വാട്ടർ ഹീറ്റർ ഒക്കെ വന്ന് ട്രിപ്പ് ആവണമെന്നുണ്ടെങ്കിലും നമ്മൾ ലൈറ്റ് കണക്ട് ചെയ്തിരിക്കുന്ന ഇൻവെർട്ടർ എപ്പോഴും ലൈവ് തന്നെ ആയിരിക്കും. അതും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ നോർമൽ പവറിലുള്ള ഒരു സോക്കറ്റ് ആട്ടോ. അപ്പൊ ഇവിടെ കാണിച്ചു തരാം. ഇപ്പൊ ഇത് മെയിൻ സപ്ലൈ, നമ്മൾ ഇതും കൂടെ ഒന്ന് ട്രിപ്പ് ആയി കാണിച്ചു തരാം. കണ്ട, മെയിൻ RCCB ട്രിപ്പായി, നമ്മുടെ ഇൻവെർട്ടർ RCCB ട്രിപ്പ് ആയിട്ടില്ല. അവിടെ കാണിച്ചുകൂടി, ഇൻവെർട്ടറും കണക്റ്റഡ് ആണ്. ഇതിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെർട്ടറിന് പോണ ചാർജിങ് ലൈന് RCCB കയറത്തില്ല. ഇൻവെർട്ടറിന് RCCB കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ട്രിപ്പ് ആകുന്നത് ഇൻവെർട്ടറിന് പോണ ചാർജിങ്ങിന്റെ RCCB ആയിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ RCCB വർക്ക് ചെയ്യത്തില്ല. നമ്മൾ ഈ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെർട്ടറിന് RCCBയുടെ പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല. നമ്മൾ ഇൻവെർട്ടറിന് MCBയിൽ കണക്റ്റഡ് ആണ്, ഷോർട്ട് സർക്യൂട്ടിൽ എന്തായാലും ട്രിപ്പ് ആവും. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻവെർട്ടർ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് വെക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിലും ഇനി അഭിപ്രായങ്ങൾ പറയാനാണെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, എനിക്കും മനസ്സിലാക്കാൻ പറ്റും, വീഡിയോ കാണുന്നവർക്കും മനസ്സിലാക്കാൻ പറ്റും. ഒരു അപകടം വരുന്നതിന് നല്ലതല്ലേ വരാതിരിക്കാൻ നോക്കുന്ന. അപ്പോൾ ഓക്കെ.